എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, നമ്മളിന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ പ്രധാനമായും പരിചയപ്പെടുന്നത് +2 സുവോളജിയിലെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് പോയിന്റുകളാണ്. ഈ വരുന്ന മാർച്ചിലെ പൊതുപരീക്ഷയ്ക്ക് അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ പാഠഭാഗങ്ങളെ വളരെ കൃത്യതയോടെ പഠിച്ച് മുന്നേറുന്നതിനും പരീക്ഷ അനായാസമായി എഴുതുന്നതിനും മുഴുവൻ മാർക്ക് മേടിക്കുന്നതിനും നിങ്ങൾക്ക് സഹായകരമാകട്ടെ. എൻ്റെ ഈ വീഡിയോ ക്ലാസ് മുഴുവനായും കാണുകയും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കുറിച്ചെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം 100% ഉറപ്പാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ പാഠഭാഗത്തേക്ക് കടക്കാം. സ്ട്രക്ചർ ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. Salient features of double helix DNA. First one, it is made up of 2 polynucleotide chains where the backbone is sugar phosphate. പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളെ കൊണ്ടാണ് ഡബിൾ ഹെലിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്. The 2 chains have anti-parallel polarity. അതായത് ഈ ആന്റി പാരലൽ പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാൻഡ് 5'3' മാനറിലും മറ്റൊന്ന് 3'5' മാനറിലുമാണ്. ഈ ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കുക, ന്യൂക്ലിയോടൈഡുകൾ ഒന്നൊന്നായി പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. ന്യൂക്ലിയോടൈഡ് 1, 2, 3, 4 ഇതിങ്ങനെ പരസ്പരം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയോടൈഡിലെ 3 കമ്പോണന്റുകൾ കൃത്യമായി കാണിച്ചിരിക്കുന്നു. നൈട്രജൻ ബേസ്, പെൻറ്റോസ് ഷുഗർ, അതുപോലെ ഫോസ്ഫേറ്റ്. ഇത് കൃത്യമായി നോക്കുക. അതിന്റെ ചിത്രം ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു, അതും നോക്കി മനസ്സിലാക്കുക. ബാക്ക് ബോൺ ഓഫ് DNA is formed of sugar and phosphate. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ ആന്റി പാരലൽ പൊളാരിറ്റി ഇവിടെ കൃത്യമായി കാണിച്ചിരിക്കുന്നു, അത് നോക്കി മനസ്സിലാക്കുക. 5'3' ആൻഡ് 3'5' മാനറുള്ള അറേഞ്ച്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. തേർഡ് വൺ, the bases in 2 strands are paired through hydrogen bond. അതായത് ഈ ഹൈഡ്രജൻ ബോണ്ടിന്റെ സഹായത്തിലാണ് അഡിനിനും തൈമിനും കണക്ട് ചെയ്തിരിക്കുന്നത്. 2 ഹൈഡ്രജൻ ബോണ്ടാണ് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്വാനിനും സൈറ്റോസിനും കണക്ട് ചെയ്തിരിക്കുന്നത് 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ്. ഫോർത്ത് വൺ, the 2 chains are coiled in a right-handed fashion. ഒരു ചുറ്റുകോവണിയുടെ ആകൃതിയിലാണ് ഈ DNA ഡബിൾ ഹെലിക്സ് റൈറ്റ് ഹാൻഡ് ഫാഷനിലാണ് അറേഞ്ച് ചെയ്യുന്നത്. The pitch of helix is 3.4 nanometer. അതുപോലെ തന്നെ the plane of one base pair stacks over other in double helix. ഇവിടെ നമുക്ക് കൃത്യമായി നേരത്തെ പറഞ്ഞ ആ ഹൈഡ്രജൻ ബോണ്ടുകൾ, 2 ഹൈഡ്രജൻ ബോണ്ടുള്ള കേസ്, 3 ഹൈഡ്രജൻ ബോണ്ടുള്ള കേസുകൾ ഇത് കൃത്യമായി അറിയാവുന്നതാണ്. ഇവിടെ ഒരു പ്യൂരിൻ ഒരു പിരമിഡിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിലെ റൈറ്റ് ഹാൻഡ് ഫാഷനിലുള്ള അറേഞ്ച്മെന്റ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിച്ച് ഓഫ് ദ ഹെലിക്സ് ഇസ് 3.4 നാനോമീറ്റർ അല്ലെങ്കിൽ 34 ആങ്സ്ട്രം എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻ ഈച്ച് ടേൺ 10 ബേസ് പെയർ വീതമാണ് ഓരോ ടേണിലും കാണുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ബേസ് പെയർസ്, തൊട്ടടുത്തുള്ള ബേസ് പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആങ്സ്ട്രം. അപ്പം അത് നോക്കി മനസ്സിലാക്കുക. സെൻട്രൽ ഡോഗ്മ. Francis Crick proposed the central dogma in molecular biology, which states that the genetic information flows from DNA to RNA and RNA to protein. ഇവിടെ ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത സെൻട്രൽ ഡോഗ്മ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതായത് ജനിതകപരമായിട്ടുള്ള ഇൻഫോർമേഷൻസ് DNAയിൽ നിന്ന് RNAയിലേക്കും RNAയിൽ നിന്ന് പ്രോട്ടീനിലേക്കുമാണ് ഫ്ലോ ചെയ്യുന്നത്. എന്നാൽ ചില വൈറസുകളിലെ ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത് റിവേഴ്സ് ഡയറക്ഷനിലാണ്, അതായത് RNAയിൽ നിന്ന് DNAയിലേക്കാണ്. അതുകൊണ്ട് അതിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ചിത്രം ഇവിടെ കാണാവുന്നതാണ്. DNAയിൽ നിന്ന് RNAയിലേക്കും RNAയിൽ നിന്ന് പ്രോട്ടീനിലേക്കും ഇൻഫോർമേഷൻ ഫ്ലോ നടക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പിന് ട്രാൻസ്ക്രിപ്ഷൻ എന്നും രണ്ടാമത്തെ സ്റ്റെപ്പിന് ട്രാൻസ്ലേഷൻ എന്നുമാണ് പറയുന്നത്. എങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ RNAയിൽ നിന്ന് DNAയിലേക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. ന്യൂക്ലിയോസോം. In eukaryotes, positively charged basic protein
ഹിസ്റ്റോൺസ് ആർ അസോസിയേറ്റഡ് വിത്ത് DNA. അതായത് യൂക്കാരിയോട്ടിക് ഓർഗാൻസിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഹിസ്റ്റോൺസ് ആണ്. അത് DNA കണക്ട് ചെയ്തിരിക്കുന്നു. ഹിസ്റ്റോൺസ് ആർ റിച്ച് ഇൻ ബേസിക് അമിനോ ആസിഡ് റെസിഡ്യൂസ്. ലൈസിനും ട്രിപ്റ്റോഫാനും അടങ്ങുന്ന അമിനോ ആസിഡുകളാണ് ഹിസ്റ്റോണിൽ കൂടുതലുള്ളത്. ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾസ്. ഹിസ്റ്റോൺ ഒക്ടാമർ H2A, H2B, H3, H4, H2A 2 H2B 2 H3 2 H4 2 2 മോളിക്യൂൾസ് വീതമാണ് ഓരോന്നും കാണുന്നത്. 8 മോളിക്യൂൾസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നത്. നെഗറ്റീവ്ലി ചാർജ്ഡ് DNA പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിൽ ചുറ്റപ്പെടുകയാണ്. അങ്ങനെ ആ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെ ന്യൂക്ലിയോസോം എന്നാണ് വിളിക്കുന്നത്. ന്യൂക്ലിയോസോമിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൽ വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. ടിപ്പിക്കൽ ന്യൂക്ലിയോസോം കണ്ടെയ്ൻസ് 200 ബേസ് പെയർസ്. 200 ബേസ് പെയർസ് ആണ് ഒരു ന്യൂക്ലിയോസോമിൽ കാണുന്നത്. Therefore, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോസോംസ് ഇൻ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ 6.6 × 10⁻⁹ ബേസ് പെയർസ് DNAയിലെ ബേസ് പെയർസിന്റെ എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.3 × 10⁻⁷ എന്നുള്ളതാണ് ഇവിടെ വരുന്ന ആൻസർ. ന്യൂക്ലിയോസോം കോൺസ്റ്റിറ്റ്യൂട്ട് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ് ടു ഫോം ക്രോമാറ്റിൻ. ന്യൂക്ലിയോസോമുകൾ അത് ഒരുമിച്ച് കൂടി ക്രോമാറ്റിൻ ഫോം ചെയ്യുകയാണ്. ക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് ലൈക്ക് സ്ട്രെയിൻഡ് ബോഡീസ് ആണ്. ന്യൂക്ലിയോസോം ഇൻ ക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബീഡ്സ് ഓൺ സ്ട്രിങ് എന്നാണ് പറയുന്നത്. ചിത്രം കാണിച്ചിരിക്കുന്നു, വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പാക്കേജിംഗ് ഓർഡർ നോക്കി കഴിഞ്ഞാൽ ക്രോമാറ്റിൻ ഈസ് പാക്കേജ്ഡ്. അപ്പോൾ ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നു. ക്രോമാറ്റിൻ ഫൈബേഴ്സ് വീണ്ടും കണ്ടൻസ് ചെയ്യുമ്പോൾ മെറ്റാഫേസ് സ്റ്റേജിലേക്ക് എത്തുന്നു. അങ്ങനെ ക്രോമസോംസ് ആയിട്ട് മാറുകയാണ്. യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. യൂക്കാരിയോട്ടിക് ന്യൂക്ലിയസിൽ ചില ഭാഗങ്ങളിൽ ക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ് ആണ്. അതിനെ യൂക്രോമാറ്റിൻ എന്ന് പറയും. ബട്ട് സം റീജിയൻസ് മോർ ഡെൻസ്ലി പാക്ഡ് കോൾഡ് ആസ് ഹെട്രോക്രോമാറ്റിൻ. ചില ഭാഗങ്ങൾ ഡീപ്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള പാർട്ടാണ്, ഡെൻസ്ലി പാക്ഡ് ആണ്, ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയും. യൂക്രോമാറ്റിൻ ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ് ആണ്, ജീൻസ് ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. വേറസ് ഹെട്രോക്രോമാറ്റിൻ ഈസ് ഇനാക്റ്റീവ്. ഹെട്രോക്രോമാറ്റിലെ ജീനുകൾ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം. സെർച്ച് ഫോർ എ ജനറ്റിക് മെറ്റീരിയൽ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഫ്രെഡറിക് ഗ്രിഫ്റ്റ് യൂസ്ഡ് മൈസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഇവിടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ 2 ടൈപ്പാണ്. എസ്ട്രെയിൻ, ഇറ്റ് ഹാസ് പോളിസാക്കർഡ് മ്യൂക്കസ് കോട്ട്, കോസ് ന്യൂമോണിയ. റഫ് സ്ട്രെയിൻ, നോ മ്യൂക്കസ് കോട്ട്, ഡു നോട്ട് കോസ് ന്യൂമോണിയ. ഇതിൽ സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നതും റഫ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ന്യൂമോണിയ ഉണ്ടാക്കാത്തതുമാണ്. അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു. റഫ് ടൈപ്പും സ്മൂത്ത് ടൈപ്പും അത് നോക്കി മനസ്സിലാക്കുക. ഇനി എക്സ്പെരിമെന്റ്സിലേക്ക് കിടക്കാം. ആദ്യം എസ് സ്ട്രെയിൻ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തപ്പോൾ മൈസ് ഡെഡായി. ആർ സ്ട്രെയിൻ ഇഞ്ചക്ട് ചെയ്ത് നോക്കി, മൈസ് ഡെഡായില്ല, ലൈവാണ്. എസ് സ്ട്രെയിൻ ഹീറ്റ് ഗിൽഡ് ടൈപ്പ് ഇഞ്ചക്ട് ചെയ്തു, അപ്പോൾ മൈസ് ലൈവായി. മറ്റൊരു എക്സ്പെരിമെന്റിൽ എസ് സ്ട്രെയിൻ ഹീറ്റ് ഗിൽഡ് മിക്സ്ഡ് വിത്ത് ആർ സ്ട്രെയിൻ, ലൈവ് ആർ സ്ട്രെയിൻ ഇഞ്ചക്റ്റഡ് ഇൻ ടു മൈസ്, മൈസ് ഡെഡായി. ഹി കൺക്ലൂഡഡ് ദാറ്റ് ദ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ട്രാൻസ്ഫർഡ് ഫ്രം ഹീറ്റ് ഗിൽഡ് എസ് ടൈപ്പ് ടു ആർ സ്ട്രെയിൻ. ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഏതോ ഒരു ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഹീറ്റ് ഗിൽഡ് എസ് സ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് മാറ്റപ്പെട്ടു. ഇറ്റ് എനേബിൾഡ് ആർ സ്ട്രെയിൻ ടു സിന്തസൈസ് സ്മൂത്ത് പോളിസാക്കറൈഡ് കോട്ട്. ഇതിലൂടെ ആർ സ്ട്രെയിൻ ടൈപ്പിന് സ്മൂത്ത് വാൾ സിന്തസ് ചെയ്യാൻ കഴിയുകയും അങ്ങനെ വിർലന്റ് ആയിട്ട് മാറുകയുമാണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇതിന് കാരണം ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ നടന്നു എന്നതുകൊണ്ടാണ്. സെർച്ച് ഫോർ എ ജനറ്റിക് മെറ്റീരിയൽ. ഇതിൽ ഹെർഷെ ചേസ് എക്സ്പെരിമെന്റ്. ഹെർഷെ ആൻഡ് ചേസ് ഗ്രൂ സം ബാക്ടീരിയോഫേജ്, that is viruses, on a medium containing radioactive phosphorus and some others on medium containing radioactive sulfur. ഒരു പ്രിപ്പറേഷൻ റേഡിയോആക്റ്റീവ് ഫോസ്ഫറസിലും മറ്റൊന്ന് റേഡിയോആക്റ്റീവ് സൾഫറിലുമാണ് കണ്ടക്ട് ചെയ്തത്. ഇത്തരത്തിലുള്ള മീഡിയത്തിലാണ് വൈറസിനെ വളർത്തിയത്. DNAയിൽ ഫോസ്ഫറസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് റേഡിയോആക്റ്റീവ് ഫോസ്ഫറസ് ലാബിൽ ചെയ്യപ്പെട്ടു. വൈറസസ് ഗ്രോൺ ഇൻ S35 got radioactive protein because protein contains sulfur. വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിൽ സൾഫർ ഉള്ളതുകൊണ്ട് അവിടെ അത് ലാബിൽ ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ആദ്യം നമ്മൾ കാണുന്നത്. These preparations were
യൂസ്ഡ് സെപ്പറേറ്റ്ലി ടു ഇൻഫെക്റ്റ് E. coli. ഈ രണ്ട് പ്രിപ്പറേഷൻസും സെപ്പറേറ്റ് ആയി E. coliയിൽ ഇൻഫെക്ഷൻ നടത്തുകയാണ്. ആഫ്റ്റർ ഇൻഫെക്ഷൻ E. coli cells were gently agitated in a blender to remove the virus particles from bacteria. ഇൻഫെക്ഷൻ ശേഷം ബ്ലെൻഡറിലേക്ക് വിടുകയാണ്. അതിൽ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ വൈറസ് പാർട്ടിക്കിൾസ് ബാക്ടീരിയയിൽ നിന്ന് വേർപ്പെടുന്ന അവസ്ഥയാണ്. Then the culture was centrifuged to separate lighter virus particles from heavier bacterial cells. ഇനി സെൻട്രിഫിക്കേഷൻ നടത്തുമ്പോൾ ലെയറുകളായിട്ട് ബാക്ടീരിയൽ സെല്ലുകൾ വൈറസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് താഴെയും ലൈറ്റർ ആയിട്ടുള്ളത് മുകളിലും വരത്തക്ക രീതിയിൽ സെൻട്രിഫിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാവുന്നു. അങ്ങനെ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസസ് ഹാവിംഗ് റേഡിയാക്റ്റീവ് DNA വേർ റേഡിയാക്റ്റീവ്. അതായത് പ്രത്യേകിച്ച് റേഡിയാക്റ്റീവ് ലാബിൾഡ് ആയിട്ടുള്ള വൈറസുകൾ അല്ലെങ്കിൽ റേഡിയാക്റ്റീവ് DNA ഉള്ളത് റേഡിയാക്റ്റീവായിട്ട് മാറുകയാണ്. DNA ഹാഡ് പാസ്ഡ് ഫ്രം വൈറസസ് ടു ബാക്ടീരിയ. ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ഹാവിംഗ് റേഡിയാക്റ്റീവ് പ്രോട്ടീൻ വേർ നോട്ട് റേഡിയാക്റ്റീവ്. അതായത് രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ പ്രോട്ടീൻ ലാബിൽ ചെയ്തിരിക്കുകയായിരുന്നു. പ്രോട്ടീൻ ഡിഡ് നോട്ട് എൻ്റർ ദി ബാക്ടീരിയ. ആ ഇൻഫെക്ഷൻ ശേഷം ഈ ബാക്ടീരിയയിലെ ഈ പ്രോട്ടീൻ കടന്നിട്ടില്ല. പ്രോട്ടീൻ ഡിഡ് നോട്ട് എൻ്റർ ദി ബാക്ടീരിയ ഫ്രം ദ വൈറസസ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? DNA മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. DNA dependent and DNA polymerase. In E. coli, the process of replication, its enzyme is called as DNA dependent DNA polymerase because it uses a DNA template to catalyze the polymerization of deoxynucleotides. ഇവിടെ റീപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട എൻസൈമാണിത്, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. കാരണം ഇവിടെ DNA ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവിടെ പോളിമറൈസേഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ എൻസൈം ചെയ്യുന്നത്. ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് ഹാവ് ഡബിൾ റോൾ അല്ലെങ്കിൽ രണ്ട് റോളാണ് അവിടെ ഉള്ളത്. ഒന്ന്, സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക, ഈ പറയുന്ന ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്യുന്ന പ്രക്രിയയിൽ വരിക എന്നുള്ളതും, രണ്ടാമത്തെ കാര്യം എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമാണ്. റീപ്ലിക്കേഷൻ ഫോർക്ക്. ഇവിടെ റീപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യലി റീപ്ലിക്കേഷൻ ഒക്കർ വിത്തിൻ സ്മോൾ ഓപ്പണിംഗ് ഓഫ് DNA ഹെലിക്സ്. റീപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ ഒറിജിൻ ഓഫ് റീപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓറി എന്ന് പറയും. അങ്ങനെയാണ് റീപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുന്നത്, വൈ ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. The DNA dependent DNA polymerase catalyze polymerization only in one direction, that is 5'3'. DNA polymerization അല്ലെങ്കിൽ catalyze ചെയ്യുന്നത് 5'3' ഡയറക്ഷനിലാണ്. Here on one strand the template with the polarity 3'5'. The replication is continuous. അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന്റെ പൊളാരിറ്റി 3'5' ആണെങ്കിൽ അവിടെ റീപ്ലിക്കേഷൻ നടക്കുമ്പോൾ പ്രധാനമായിട്ടും കണ്ടിന്യൂസ് സ്ട്രാൻഡാണ് ഫോം ചെയ്യുന്നത്. വൈൽ ഓൺ ദി അതർ ദ ടെംപ്ലേറ്റ് വിത്ത് പൊളാരിറ്റി 5'3'. പൊളാരിറ്റിയുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ റീപ്ലിക്കേഷൻ നടക്കുന്നതിന്റെ ഭാഗമായി ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡ് ഫോം ചെയ്യുന്നു. അതിനെ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നും കൂടി പറയാറുണ്ട്. അങ്ങനെ ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റുകൾ കണക്ട് ചെയ്യപ്പെടുന്നത് DNA ലിഗേസിന്റെ സഹായത്താൽ കൂടിയാണ്. ഇവിടെ unwinding of DNA molecule at a point forms Y-shaped structure called replication fork. അതിവിടെ കാണിച്ചിരിക്കുന്നു. ആ ചിത്രത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റീപ്ലിക്കേഷൻ ഫോർക്ക് ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു പിക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പാരന്റ് സ്ട്രാൻഡും അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് കൊടുത്തിരിക്കുന്നു. അത് വ്യക്തമായി നോക്കുക. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 3'5' ആണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് സ്ട്രാൻഡ് 5'3' എന്ന മാനറിൽ ഫോം ചെയ്യുകയാണ്. ഇനി ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 5'3' ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രാൻഡാണ് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി മറ്റൊന്ന്, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സുകൾ ഫോം ചെയ്യുന്നത് ഇവിടെ വളരെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നു. ലാഗിംഗ് സ്ട്രാൻഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്ന സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്നുമാണ് വിളിക്കുന്നത്.
അതിവിടെ കൊടുത്തിരിക്കുന്നു. ആ ചിത്രം നന്നായി നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. DNA has 3 regions as transcription unit. First one, a promoter. Second, the structural gene. Third, a terminator. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിൽ നോക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറേസ്. അത് ശരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടുവേർഡ്സ് 5 എൻഡ് അപ്സ്ട്രീമിലാണ് ഈ പ്രൊമോട്ടർ സൈറ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ജീൻ, റീജിയൻ ബിറ്റ്വീൻ പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ. അതായത് പ്രൊമോട്ടറിന്റെയും ടെർമിനേറ്ററിന്റെയും ഇടയിലാണ് ഇവിടെ സ്ട്രക്ചറൽ ജീൻസ് കാണിച്ചിരിക്കുന്നത്. വേർ ട്രാൻസ്ക്രിപ്ഷൻ ടേക്സ് പ്ലേസ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണിത്. നെക്സ്റ്റ്, ടെർമിനേറ്റർ, ദ സൈറ്റ് വേർ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു ഭാഗമാണിത്. ലൊക്കേറ്റ് ടുവേർഡ്സ് 3' ആൻഡ് ഡൗൺ സ്ട്രീം. ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡും ഒരു കോഡിംഗ് സ്ട്രാൻഡും കാണിച്ചിരിക്കുന്നു. അത് കൃത്യമായി നോക്കി മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിലുള്ള നൈട്രജൻ ബേസ് സീക്വൻസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോഡിംഗ് സ്ട്രാൻഡില് നൈട്രജൻ ബേസ് സീക്വൻസ് എങ്ങനെ വരും എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു mRNA ഫോം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കണം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ദ ജീൻ. The DNA sequence coding for tRNA or rRNA molecule also define a gene. DNA സീക്വൻസ് tRNAയോ rRNAയോ കോഡ് ചെയ്യുമ്പോൾ ആ പോർഷൻ ഒരു ജീനായിട്ട് നമ്മൾ കണക്കാക്കാണ്. സിസ്ട്രോൺ ഈസ് എൻ സെഗ്മെന്റ് ഓഫ് DNA കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ് കോഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കും. ദ സ്ട്രക്ചറൽ ജീൻ ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് കോൾഡ് മോണോസിസ്ട്രോണിക്. അതെവിടെയാണ് ഈ മോണോസിസ്ട്രോണിക് കണ്ടീഷൻ പറയുന്നത്? പ്രധാനമായും യൂക്കാരിയോട്സിലാണ്. എന്നാൽ പോളിസിസ്ട്രോണിക് കണ്ടീഷൻ പ്രധാനമായിട്ടും ബാക്ടീരിയയിലാണ് അല്ലെങ്കിൽ പ്രോകാരിയോട്സിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്. ഇൻ യൂക്കാരിയോട്സ് ദ സ്ട്രക്ചറൽ ജീൻസ് ഹാവ് ഇന്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസസ്. ദ ജീൻസ് ഇൻ യൂക്കാരിയോട്സ് ആർ സ്പ്ലിറ്റ്. അതായത് യൂക്കാരിയോട്സിലെ സ്ട്രക്ചറൽ ജീൻസിലെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. കോഡിംഗ് സീക്വൻസസ് ഉണ്ട്, നോൺ കോഡിംഗ് സീക്വൻസസ് ഉണ്ട്. ദ കോഡിംഗ് സീക്വൻസസ് ആർ എക്സോൺസ്. കോഡിംഗ് സീക്വൻസുകളെ എക്സോൺസ് എന്ന് പറയും. എക്സോൺസ് ആർ ഇന്ററപ്റ്റഡ് ബൈ നോൺ കോഡിംഗ് സീക്വൻസ്, അതിനെ വിളിക്കും ഇൻട്രോൺസ്. അപ്പൊ എക്സോൺസ് ഇൻട്രോൺസ് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ജനറ്റിക് കോഡ്. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്. ഒരു ജനറ്റിക് കോഡിന്റെ പൊതു സ്വഭാവം എന്താണ്? ദ കോഡോൺ ഈസ് ട്രിപ്ലറ്റ്. അതായത് 3 ലെറ്ററുകളാണ് ഒരു കോഡോൺ എന്ന് പറയുമ്പോൾ അതിൽ 61 കോഡോൺസും അമിനോ ആസിഡിന് കോഡ് ചെയ്യുമെങ്കിൽ 3 കോഡോൺസ് കോഡ് ചെയ്യുന്നില്ല. അതിനെ സ്റ്റോപ്പ് കോഡോൺസ് എന്നാണ് പറയുക. സെക്കൻഡ്, 1 കോഡോൺ കോഡ്സ് ഫോർ ഓൺലി 1 അമിനോ ആസിഡ്. ഹെൻസ് ഇറ്റ് ഈസ് അണാംബിഗസ് ആൻഡ് സ്പെസിഫിക്. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ സ്പെസിഫൈ ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ അതിനെ അണാംബിഗസ് ആൻഡ് സ്പെസിഫിക്. അവിടെ ഒരു കൃത്യത നമ്മൾ കാണുന്നുണ്ട്. സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ഹെൻസ് ദ കോഡ് ഈസ് ഡീജനറേറ്റ്. എപ്പോഴാണ് ഡീജനറേറ്റ് എന്ന് പറയുന്നത്? മോർ ദാൻ 1 കോഡോൺസ് ഉപയോഗിച്ച് ഒരു അമിനോ ആസിഡിന് കോഡ് ചെയ്യുമ്പോൾ അത് ഡീജനറേറ്റ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഫോർത്ത് വൺ, ദ കോഡോൺ ഈസ് റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിഗസ് ഫാഷൻ. അതായത് ദർ ഈസ് നോ പങ്ക്ച്വേഷൻസ്. കുത്ത് കോമ പോലുള്ള കാര്യങ്ങളൊന്നും ഓരോ കോഡോൺസ് കഴിയുമ്പോൾ ഇടുന്നില്ല. ഫിഫ്ത്ത് വൺ, ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. എന്താണ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഫോർ എക്സാമ്പിൾ, ബാക്ടീരിയ ടു ഹ്യൂമൻ UUU വുഡ് കോഡ് ഫോർ ഫീനൈൽ അലാനിൻ. അത് ഫീനൈൽ അലാനിന് മാത്രമാണ് കോഡ് ചെയ്യുന്നത്. ബാക്ടീരിയ ആയിക്കോട്ടെ ഹ്യൂമൻസിലായിക്കോട്ടെ ആ കോഡോൺ ഫീനൈൽ അലാനിനെയാണ് കോഡ് ചെയ്യുന്നത്. സം എക്സെപ്ഷൻ ടു ദിസ് റൂൾ ഹാവ് ബീൻ ഫൗണ്ട് ഇൻ മൈറ്റോകോൺഡ്രിയൽ കോഡോൺസ് ആൻഡ് ഇൻ സം പ്രോട്ടോസോവൺസ്. ചിലതിൽ മാത്രമാണ് വ്യത്യാസങ്ങൾ കാണിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സിക്സ്ത്, AUG has dual functions. It codes for methionine. മെഥിയോണിൻ എന്ന അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്ന കോഡോണായും അതുപോലെ ഇറ്റ് ഓൾസോ ആക്ട് ആസ് ഇനീഷ്യേഷൻ കോഡോൺ. ഒരു ഇനീഷ്യേഷൻ കോഡോണായിട്ടും ഇത് ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത്രയുമാണ്
സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ലാക് ഓപ്രോൺ. The function of lac operon was first shown by Jacob and Monod. In lac operon, the structural gene is regulated by a promoter and regulatory genes. Such arrangement in bacteria is called operon. അതായത് ക്ലോസ്ലി അസോസിയേറ്റഡ് ജീൻസ് ഒരു മെറ്റാബോളിക് പാത്വേനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ചില എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ലാക്കോപ്രോൺ, ട്രിപ്റ്റോഫനോപ്രോൺ. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ലാക് ഓപ്രോണിനെ കുറിച്ച് തന്നെയാണ്. ദ ലാക് ഓപ്രോൺ കൺസിസ്റ്റ് ഓഫ് 1 regulatory gene, I gene, and 3 structural genes, Z, Y, A. The I gene codes for repressor of the lac operon. Repressor പ്രോട്ടീന് കോഡ് ചെയ്യുന്നത് I gene ആണ്. The Z gene codes for beta galactosidase. ഇവിടെ സ്ട്രക്ചറൽ ജീൻസിൽ വരുന്ന Z gene ആണ് ബീറ്റ ഗാലക്ടോസൈഡേസ് കോഡ് ചെയ്യുന്നത്. The Y gene codes for permease, which increases the permeability of cell to beta galactosides. The A gene codes for trans-acetylase. അപ്പോൾ 3 പ്രധാനപ്പെട്ട എൻസൈമുകൾ കോഡ് ചെയ്യുന്ന ജീനുകളാണ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞത്. ഈ പിക്ചറിൽ നിന്ന് ആ ജീനുകൾ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഐ ജീൻ്റെയും വൈ ജീൻ്റെയും എ ജീൻ്റെയും റോള്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞ റോള് ഇവിടെ പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ, ഒരു ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസറിന്റെ ആബ്സെൻസിൽ റിപ്രസർ പ്രോട്ടീൻ ബൈൻസ് വിത്ത് ഓപ്പറേറ്റർ ജീൻ. സ്ട്രക്ചറൽ ജീൻസിനെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു കർമ്മമാണ് ചെയ്യുന്നത്. റിപ്രസറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ mRNA സിന്തസിസ് നടക്കുന്നില്ല. ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ, ഇൻഡ്യൂസർ എന്ന് പറയുമ്പോൾ ലാക്ടോസ് പ്രധാനമായും മീഡിയത്തിലെ പ്രസന്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ലാക്ടോസിന് ഓപ്പറേറ്റർ സൈറ്റിലെ ബൈൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്ട്രക്ചറൽ ജീൻസ് സ്വിച്ച് ഓൺ ആവുന്നു. അങ്ങനെ ഓരോ ജീനുകളും നേരത്തെ പറഞ്ഞ സ്ട്രക്ചറൽ ജീൻസ് ZYA, ഈ ജീനുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള mRNA സിന്തസിസ് ചെയ്യുകയും അതിൽ നിന്ന് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുകയുമാണ്. ബീറ്റ ഗാലക്ടോസൈഡേസ്, പെർമിയസ്, ട്രാൻസ് അസറ്റൈലേസ്. അങ്ങനെ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ നടത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. ലാക്ടോസ് ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് മാറുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട്, ഇവിടെ പ്രധാനമായിട്ടും എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. HGP-യുടെ എക്സ്പാൻഷൻ ആണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. This is mainly aims to find out the complete DNA sequence of human genome. ഒരു ഹ്യൂമൻ ജീനോമിലെ മിക്കവാറും എല്ലാ സീക്വൻസുകളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ളത്. If 2 individuals differ from their DNA sequences should also be different. DNA സീക്വൻസിലുള്ള വ്യത്യാസം കൊണ്ടാണ് 2 വ്യക്തികൾ തമ്മിൽ ഒരു വ്യത്യാസം കാണിക്കുന്നത്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1990. 1990കളിലാണ് ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും 3x10⁹ ബേസ് പെയർസ് കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ്, BSc and YSc. The commonly used host are bacteria and yeast and the vectors are called as BSc. എന്താണ് BSc? ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു വെക്ടറാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. എന്താണ് YSc? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഈ പറയുന്ന ടേംസ് പ്രത്യേകമായിട്ട് ഇതിന്റെ എക്സ്പാൻഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, DNA ഫിംഗർ പ്രിന്റിംഗ്. വാട്ട് യു മീൻ ബൈ DNA ഫിംഗർ പ്രിന്റിംഗ്? ഇതിന്റെ സ്റ്റെപ്പുകളാണ് പഠിക്കേണ്ടത്. ഒന്നാം സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് DNA വേർതിരിച്ചെടുക്കുകയാണ്. പ്രധാനമായിട്ടും ബ്ലഡ് സാമ്പിൾസ്, സെമൻ, ഹെയർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് DNA ഐസൊലേഷൻ നടത്തുന്നു. അത്തരം DNA കട്ട് ചെയ്യുന്നു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച്. അതിനുശേഷം ആ DNAകളെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇലക്ട്രോഫോറസിസ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ ട്രാൻസ്ഫറിങ് സച്ച് സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലോസ് ഓർ നൈലോൺ. ആ നൈട്രോസെല്ലോസ് ഓർ നൈലോൺ മെംബ്രെയിനിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോമിൽ
കിട്ടുന്ന ഇത്തരം DNA-കളെ ഹൈബ്രിഡൈസ് ചെയ്യാണ് VNTR പ്രോബ് ഉപയോഗിച്ച്, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ഉപയോഗിച്ച് ഹൈബ്രിഡൈസ് ചെയ്യുന്നു. അങ്ങനെ ഓട്ടോ റേഡിയോഗ്രാഫി എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഈ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ കണ്ടെത്തുകയാണ്. മർഡർ നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തുന്ന ബ്ലഡ് സാമ്പിൾസ് പരിശോധിച്ച് സസ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിലെ DNA-യുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാണ്. ഒരു മർഡർ സൈറ്റിൽ നിന്ന് കിട്ടിയ DNA സസ്പെക്റ്റഡ് ആയിട്ടുള്ള 3-4 വ്യക്തികളുടെ DNA-യുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ സാമ്യം കാണിക്കുന്ന വ്യക്തിയുടേത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ആരാണ് കുറ്റവാളി എന്ന് അതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയുന്നു. അപ്ലിക്കേഷൻസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഏതൊക്കെ മേഖലകളാണ് DNA ഫിംഗർ പ്രിന്റിംഗിന്റെ യൂസ് വരുന്നത്? ഒന്നാമത്തേത്, DNA ഫിംഗർ പ്രിന്റിംഗ് ഹാസ് ബീൻ യൂസ്ഡ് ടു സെറ്റിൽ ഡിസ്പ്യൂട്ടഡ് പാരന്റേജ്. തർക്ക വിഷയമുള്ള പിതൃത്വം അല്ലെങ്കിൽ രക്ഷാകർതൃത്വം ഇത് കണ്ടുപിടിക്കുന്നതിന് DNA ഫിംഗർ പ്രിന്റിംഗ് ഉപയോഗിക്കുന്നു. മർഡർ കേസസ് സെറ്റിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മർഡർ കേസസ് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഡിസ്റ്റിംഗ്വിഷ് റാപ്പിസ്റ്റ്, ബലാത്സംഗം ചെയ്ത വ്യക്തികളെ കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. അനലൈസ് ദ ജനറ്റിക്സ് ഓഫ് വേരിയസ് ഓർഗാനിസംസ്. പല ജീവികളുടെയും ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യാനായിട്ട് ഈ DNA ഫിംഗർ പ്രിന്റിംഗ് വളരെയധികം സഹായകരമാണ്. DNA ഫിംഗർ പ്രിന്റിങ്ങിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. കൃത്യമായി നോക്കി മനസ്സിലാക്കേണ്ടത് കൂടിയാണ്. നെക്സ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതിലാദ്യം, ഡയഗ്രാം ഓഫ് കമ്പോണൻസ് ഓഫ് DNA ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ദ ടു ഡയഗ്രാംസ് 1 and 2. ഇതിലാദ്യത്തേത് ന്യൂക്ലിയോടൈഡ്, രണ്ടാമത്തേത് ന്യൂക്ലിയോസൈഡ്. രണ്ടാമത്തേതിൽ ഫോസ്ഫേറ്റ് ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഒരു ലാക്ക് ഓപ്രോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാമത്തേത്, ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ദ ചേഞ്ചസ് ടേക്സ് പ്ലേസ് വെൻ ലാക്ടോസ് ഈസ് ആഡഡ് ടു ദ മീഡിയം. വാട്ട് ഈസ് ദ റോൾ ഓഫ് X, Y ആൻഡ് A ജീൻസ് ഇൻ ദിസ് മെറ്റാബോളിക് പാത്വേ. അപ്പോൾ ഇവിടെ ലാക്ടോസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതുപോലെ ഈ സ്ട്രക്ചറൽ ജീൻസ് കോഡ് ചെയ്യുന്ന എൻസൈംസ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കുക. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് സൈറ്റിഡിനാണ്, ബാക്കിയുള്ളതെല്ലാം നൈട്രജൻ ബേസുകളാണ്. നെക്സ്റ്റ്, ഇഫ് ദ സീക്വൻസസ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡ് ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് റിട്ടേൺ ആസ് ഫോളോസ്. ഒരു കോഡിംഗ് സ്ട്രാൻഡ് കൊടുത്തിരിക്കുകയാണ്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് mRNA. അതിൽ നിന്നും mRNA സ്ട്രാൻഡിന്റെ സീക്വൻസ് എഴുതുക എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ DNA ഫിംഗർ പ്രിന്റിംഗുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. paternity or maternity can be differentiated by certain scientific methods. What is it? Define. അതിന് DNA ഫിംഗർ പ്രിന്റിംഗ് എന്നാണ് പറയുന്നത്. DNA ഫിംഗർ പ്രിന്റിംഗ് ഇൻവോൾവ്സ് ഐഡന്റിഫൈയിങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ DNA. അതിൽ മറ്റു രണ്ട് ക്വസ്റ്റ്യൻസ്, ബ്രീഫ്ലി റൈറ്റ് ദ മെത്തഡോളജി ഇൻവോൾവ്ഡ് ഇൻ ദിസ് ടെക്നിക്ക്, കമന്റ് ഓൺ ഇറ്റ്സ് അതർ ആപ്ലിക്കേഷൻസ്. ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കി മനസ്സിലാക്കുക. സ്റ്റെപ്സും കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ്, ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെൻട്രൽ ഡോഗ്മ ഈസ് ഗിവൺ ബിലോ. ഒബ്സർവ് ദ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് റീഡ്രോ ഇറ്റ് മേക്കിംഗ് അപ്രോപ്രിയേറ്റ് കറക്ഷൻസ്. ഇവിടെ സെൻട്രൽ ഡോഗ്മ കൊടുത്തിരിക്കുന്നു. അത് കൃത്യമായിട്ട് വീണ്ടും വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. മറ്റൊന്ന്, ജനറ്റിക് കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഒരു സിംഗിൾ അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന കോഡോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ സ്റ്റോപ്പ് കോഡോൺസ് അതൊക്കെ കൃത്യമായി നോക്കുക. വീണ്ടും ലാക്ക് ഓപ്രോണിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അതിലെ പിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ZY-A ജീൻസ്, അതുപോലെ തന്നെ ഒരു ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ആ ചിത്രവും വരയ്ക്കേണ്ടതായിട്ട് വരും. അതിവിടെ കൊടുത്തിരിക്കുന്നു. എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് എക്സ്പെരിമെന്റ്.
ഗ്രിഫിത്ത് കണ്ടക്ട് ചെയ്ത ട്രാൻസ്ഫോമിംഗ് എക്സ്പെരിമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ. ഒരു സ്മൂത്ത് ടൈപ്പും ഒരു റഫ് ടൈപ്പും ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൽ എയും ബിയും ലേബൽ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായി മനസ്സിലാക്കുക. എൻ്റെ ഈ വീഡിയോ ക്ലാസ് ഇത്ര നേരം നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തുവല്ലോ. മാർച്ചിലെ പൊതുപരീക്ഷ വളരെ കാര്യക്ഷമമായി അനായാസമായി നിങ്ങൾക്ക് എഴുതാനായിട്ട് ഇതിലൂടെ സാധിക്കട്ടെ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.